BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനുമായി ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാഹോദര്യ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനും സഹകരണം വ്യാപിപ്പിക്കുന്നതിനും ചർച്ചകൾ നടത്തി. ഗസയിൽ അടിയന്തര വെടിനിർത്തലിനും അതുവഴി സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കാനും ഗസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കുന്നതിനും മേഖലയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനും സാധ്യമാക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കും ചർച്ച വിരൽ ചൂണ്ടി. ബഹ്റൈനിൽ മെയ് 16 നടക്കുന്ന 33ാമത് അറബ് ഉച്ചകോടിയിലെ അജണ്ടകളെക്കുറിച്ചും ചർച്ചകൾ നടന്നു. ഒമാൻ സന്ദർശനത്തിനെത്തിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുമായി ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും ശക്തമാണെന്ന് വിലയിരുത്തുകയും കൂടുതൽ മേഖലകളിൽ സഹകരണം വ്യാപിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ ആരായുകയും ചെയ്തു. ഇരു രാജ്യങ്ങളെയും പൊതുവായി ബാധിക്കുന്ന മേഖലയിലെ വിവിധ വിഷയങ്ങളും അവയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടുകളും ചർച്ചയായി. ഗസയിലെ വെടിനിർത്തലിന്റെ അനിവാര്യതയും സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയും ഇരുവരും ഊന്നിപ്പറഞ്ഞു. മേഖലയിൽ യുദ്ധസമാന സാഹചര്യം നിലനിൽക്കുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണെന്നും സമാധാനപൂർണമായ അന്തരീക്ഷം ഉണ്ടാകണമെന്നും ഡോക്ടർ അബ്ദുൽ ലത്തീഫ് വ്യക്തമാക്കി. ചോർച്ചയുണ്ടായ സിത്രയിലെ ടാങ്കിൽ നിന്ന് നാഫ്ത പൂർണ്ണമായി മാറ്റിയതായി ബാപ്കോ അറിയിച്ചു. ഇതോടെ ചോർച്ച മൂലമുള്ള പ്രതിസന്ധി ഒഴിവായി. കമ്പനിയിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ അവസാനിപ്പിച്ചതായി ബാപ്കോ അറിയിച്ചു. ടാങ്കിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ്. എല്ലാ നടപടിക്രമങ്ങളും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായാണ് നടക്കുന്നതെന്നും കമ്പനി കൂട്ടിച്ചേർത്തു. വാതക ചോർച്ചയെ തുടർന്ന് പഠനം ഓൺലൈനാക്കിയ സിത്രയിലെയും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞായറാഴ്ച മുതൽ ക്ലാസുകൾ പുനരാരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. 15 പൊതുവിദ്യാലയങ്ങൾ, 2 സ്വകാര്യ സ്കൂളുകൾ, 1 സർവകലാശാല, 12 കിൻഡർ ഗാർഡനുകൾ അടക്കം 30 ഇടങ്ങളിലെ ക്ലാസുകൾ മന്ത്രാലയം റിമോട്ട് ലേണിംഗിലേക്ക് മാറ്റിയിരുന്നു. കനത്ത മഴയിൽ ബാപ്കോയുടെ നാഫ്ത ടാങ്കിന് ചോർച്ചയുണ്ടായതിനെ തുടർന്നാണ് മുൻകരുതൽ നടപടിയായി ക്ലാസുകൾ ഓൺലൈനാക്കിയത്. ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബിനെ ഹമദ് രാജാവിന്റെ സാമ്പത്തിക കാര്യ ഉപദേഷ്ടാവ് ഡോക്ടർ ഹസൻ ബിൻ അബ്ദുള്ള ഫക്രു സ്വീകരിച്ചു. ഇരുവരും പൊതു താൽപര്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു. ചരിത്രപരമായ ബഹ്റൈൻ ഇന്ത്യ സാമ്പത്തിക ബന്ധങ്ങളും ഇരു രാജ്യങ്ങളുടെയും ജനങ്ങളുടെയും താൽപര്യങ്ങൾ വികസിപ്പിക്കുന്നതിലെ നയതന്ത്ര സഹകരണവും ശക്തമായി തുടരുന്നതിൽ ഡോക്ടർ ഹസൻ ബിൻ അബ്ദുള്ള ഫക്രു സംതൃപ്തി രേഖപ്പെടുത്തി. നടക്കാനിരിക്കുന്ന അറബ് ഉച്ചകോടി ഐക്യദാർഢ്യം ഉറപ്പിക്കാനും സമാധാനത്തിനുള്ള അഭിലാഷങ്ങൾ നിറവേറ്റാനും പ്രാദേശിക സുരക്ഷ സംരക്ഷിക്കാനും സഹായകമാകുമെന്ന് പ്രഖ്യാപനം. അബുദാബിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ് അൽ ഖലീഫയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും നയതന്ത്ര പരിഹാരങ്ങൾക്കും ചർച്ചകൾക്കും മുൻഗണന നൽകണമെന്ന് ആവശ്യപ്പെട്ടു. മെയ് 16 ബഹ്റൈനിൽ നടക്കുന്ന 33ാമത് അറബ് ഉച്ചകോടിയിൽ ഹമദ് രാജാവ് അധ്യക്ഷത വഹിക്കും. അറബ് ഉച്ചകോടി അറബ് മേഖലയുടെ രാഷ്ട്രമായും സാമ്പത്തികവുമായ ശേഷികളെ ശക്തിപ്പെടുത്തുമെന്നും ഇരു നേതാക്കളും പ്രത്യാശ പ്രകടിപ്പിച്ചു. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സ്ഥിതിഗതികൾ ശാന്തമാക്കാനും സൈനിക സംഘർഷം ഒഴിവാക്കാനും അവർ ആഹ്വാനം ചെയ്തു. ഗസയിൽ അടിയന്തര വെടിനിർത്തൽ നടപ്പാക്കാനും സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിക്കുകയും അവർക്ക് തടസ്സങ്ങളില്ലാതെ മാനുഷിക സഹായം ഉറപ്പാക്കാനുമായി അന്താരാഷ്ട്ര സമൂഹം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്നും ഇരുവരും അഭ്യർത്ഥിച്ചു. മേഖലയിൽ സമാധാനം കൈവരിക്കുന്നതിന് ഫലപ്രദമായ അന്താരാഷ്ട്ര നടപടിയുടെ ആവശ്യകത അവർ ഊന്നിപ്പറഞ്ഞു. മനാമയിൽ നിന്ന് മുഹറക്കിലേക്ക് പോകുന്ന ഷെയ്ഖ് ഹമദ് കോസ്വേയിൽ വാഹന അപകടമുണ്ടായതിനെ തുടർന്ന് ശക്തമായ ട്രാഫിക് കുരുക്ക് അനുഭവപ്പെട്ടു. ഏതാനും വാഹനങ്ങളാണ് പരസ്പരം കൂട്ടിയിടിച്ചത്. ട്രാഫിക് വിഭാഗം അനന്തര നടപടികൾ സ്വീകരിച്ചതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ ഒരു മന്ത്രാലയത്തിനെതിരെ അധിക്ഷേപം നടത്തിയ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇവർ അധിക്ഷേപം നടത്തിയത്. ഇവരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റം സമ്മതിക്കുകയും നിയമ നടപടികൾക്കായി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രാലയത്തെ അധിക്ഷേപിച്ച മുൻ അധ്യാപികയ്ക്ക് 100 ദിനാർ പിഴ ചുമത്തി. ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി പിഴയിട്ടത്. ബഹ്റൈനിലെ ക്രിസ്ത്യൻ എപ്പിസ്കോപ്പൽ സഭകളുടെ കൂട്ടായ്മയായ കേരള ക്രിസ്ത്യൻ എക്യുമെനിക്കൽ കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റുമാരായി സേവനം അനുഷ്ഠിച്ച റവറൻ ഡേവിഡ് വർഗീസ് ടൈറ്റസ്, റവറൻ ദിലീപ് ഡേവിസൺ മാർക്ക് മലയാളി CA എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. KCC പ്രസിഡന്റ് ഫാദർ ജോർജ് സണ്ണിയുടെ അധ്യക്ഷതയിൽ കൂടിയ യാത്രയയപ്പ് യോഗത്തിൽ ജനറൽ സെക്രട്ടറി ജെയിംസ് ബേബി സ്വാഗതം പറഞ്ഞു. മറ്റ് വൈസ് പ്രസിഡന്റുമാരായ ഫാദർ ജോൺസൺ, ഫാദർ ജേക്കബ് തോമസ്, ഫാദർ സുനിൽ കുര്യൻ ബേബി, മാത്യു ചാക്കോ, റവറൻ അനൂപ് സാം, മാത്യു ട്രഷറർ, വിനു ക്രിസ്റ്റി എന്നിവർ ആശംസകൾ അർപ്പിച്ചു.
KCCയുടെ ഉപഹാരം വൈദികർക്ക് കൈമാറി. കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ സേവനങ്ങളും വൻ നന്ദിയോടെ അവർ സ്മരിച്ചു. സുജിത് എബ്രഹാം നന്ദി അറിയിച്ചു. ബഹ്റൈനിലെ പ്രൊഫഷണൽ ഫുട്ബോൾ ടീമായ അൽമിനാർ FC ജനറൽ ബോഡി മീറ്റിംഗ് 2024 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ചെയർമാൻ അബ്ദുൾ ലത്തീഫ്, ക്ലബിന്റെ പ്രസിഡന്റായ നിയാസ് ദിയനെയും ജനറൽ സെക്രട്ടറിയായി മുസ്തഫ, വൈസ് പ്രസിഡന്റായി മജീദ് അജ്മൽ എന്നിവരെയും തെരഞ്ഞെടുത്തു. ജോയിന്റ് സെക്രട്ടറിമാർ ഹംസ, ഫായിസ്, ട്രഷറർ അരുൺ. ക്ലബിന്റെ അഡ്വൈസറി ബോർഡിലേക്ക് ബാങ്കോക്ക് റെസ്റ്റോറന്റ് ഷംസുദ്ദീൻ, BDMA ചീഫ് മാസ്റ്റർ ഷമീർ ഖാൻ, അമോഹ ഹിലർ, മെഹ്റൂഫ് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ടീം മാനേജർ അർഷാദ്, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മീഡിയ പ്രാക്ടീസ് കോർഡിനേഷൻ സ്ഥാനങ്ങളിലേക്കും അംഗങ്ങളെ തെരഞ്ഞെടുത്തു. പരിപാടിയിൽ അരുൺ സ്വാഗതവും ദിൽഷാബ് നന്ദിയും അറിയിച്ചു. കുമ്പഴ വടക്ക് SNV സ്കൂളിലെ ബൂത്ത് നമ്പർ 1 കൈചിഹ്നത്തിൽ വോട്ട് ചെയ്തപ്പോൾ തെളിഞ്ഞത് താമര എന്ന് പരാതി. സ്ഥാനാർത്ഥി ആന്റണി എത്തി പ്രതിഷേധിച്ചെങ്കിലും വോട്ട് ചെയ്ത യുവതി രേഖാമൂലം പരാതി നൽകാത്തതിനാൽ പ്രിസൈഡിംഗ് ഓഫീസർ തുടർ നടപടിക്ക് തയ്യാറായില്ല. പ്രതിഷേധം മൂലം ഇവിടെ വോട്ടെടുപ്പ് 4 മണിക്കൂറുകളോളം ഭാഗികമായി തടസ്സപ്പെട്ടു. LDFും NDAയും ആന്റണിയുടേത് നാടകമാണെന്ന് ആരോപിച്ച് രംഗത്ത് വന്നതോടെ കൂടുതൽ പോലീസ് എത്തി അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കിയാണ് വോട്ടെടുപ്പ് സാധാരണ നിലയിലാക്കിയത്. മണ്ഡലത്തിൽ 7 ബൂത്തുകളിൽ കള്ളവോട്ട് ചെയ്തെന്ന പരാതിയുണ്ടായി. യഥാർത്ഥ വോട്ടർ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ വോട്ട് മറ്റാരോ ചെയ്തിരിക്കുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് രേഖാമൂലം പരാതി നൽകുകയോ കേസെടുക്കുകയോ ചെയ്തിട്ടില്ല. വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച CPM കള്ളവോട്ടിന് ശ്രമിക്കുന്നതായി UDF നേരത്തെ വരണാധികാരിക്ക് പരാതി നൽകുകയും ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നതാണ്. വോട്ട് യന്ത്രം പണിമുടക്കിയതിനാൽ രാവിലെ നിരവധി ബൂത്തുകളിൽ വോട്ടെടുപ്പ് വൈകി. പല കാരണങ്ങൾ കൊണ്ടും വോട്ടിംഗ് മന്ദഗതിയിലുമായിരുന്നു. വൈകിട്ട് 5 വരെയും 40 വോട്ട് യന്ത്രങ്ങളാണ് തകരാറിനെ തുടർന്ന് മാറ്റി സ്ഥാപിച്ചത്. സ്ഥാനാർത്ഥി ആന്റണി പത്തനംതിട്ടയിൽ വോട്ട് ചെയ്തപ്പോൾ തോമസ് ഐസക്കിനും മാനിൽ ആന്റണിക്കും തിരുവനന്തപുരത്തായിരുന്നു വോട്ട്. 6 മണിക്ക് ശേഷവും 30ലേറെ ബൂത്തുകളിൽ സ്ലിപ്പ് നൽകി പോളിംഗ് തുടർന്നു. വോട്ടിംഗ് സമയം കഴിഞ്ഞ് 6:30 ആയപ്പോൾ 63.6 ആയിരുന്നു പോളിംഗ് ശതമാനം. 2019 തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിലെ വോട്ടിംഗ് ശതമാനം 74.24. തിരുവനന്തപുരത്ത് നിന്ന് ഉടുപ്പിയിലേക്ക് പോയ സ്ലീപ്പർ ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ ഒരാൾ മരിച്ചു. 18 പേർക്ക് പരിക്കേറ്റു. കർണാടക സ്വദേശിയാണ് മരിച്ചത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കൊഹിനൂർ എന്ന പേരിൽ സർവീസ് നടത്തുന്ന ബസ് കടലുണ്ടി മണ്ണൂർ പഴയ ബാങ്കിന് സമീപം പുലർച്ചെ 2:30യോടെയാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ബസ്സിൽ 27 യാത്രക്കാരും 3 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. പോലീസും അഗ്നിരക്ഷാസേനയും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിനിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 7 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. പാലക്കാട് ജില്ലയിൽ 3 പേരും കോഴിക്കോട് ബൂത്ത് ഏജന്റ് ഉൾപ്പെടെ 2 പേരും ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഓരോരുത്തരുമാണ് മരിച്ചത്. പാലക്കാട് ഒറ്റപ്പാലം ചുനങ്ങാട് വാണിവിലാസിനി, മോഡൻകാട്ടിൽ ചന്ദ്രൻ, വടക്കേത്തറ ആലക്കൽ വീട്ടിൽ സ്വാമിനാഥന്റെ മകൻ ശബരി, ചിറ്റൂർ വെളിയോട് പുതുശ്ശേരി ചാത്തുവിന്റെ മകൻ കണ്ടൻ എന്നിവരാണ് മരിച്ചത്. രാവിലെ 8ഓടെയാണ് ചന്ദ്രൻ മരിച്ചത്. മണിവിലാസിനി LP സ്കൂൾ ബൂത്തിലായിരുന്നു ഇദ്ദേഹത്തിന് വോട്ട്. വോട്ട് രേഖപ്പെടുത്തി വീട്ടിലേക്ക് മടങ്ങവേ ചായ കുടിക്കാൻ കടയിൽ കയറിയിരുന്നു. ഇവിടെ വെച്ചാണ് കുഴഞ്ഞു വീണത്. ഉടൻ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. കുഴൽമന്ദം തെങ്കുറിശി വടക്കേത്തറ GLP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി മടങ്ങവെയാണ് ശബരി മരിച്ചത്. 12 മണിയോടെയാണ് കണ്ടൻ മരിച്ചത്. വിളയോടി നല്ലമാടൻ ചളയിലെ പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മടങ്ങവേ പോളിംഗ് സ്റ്റേഷന് സമീപത്ത് തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ നാട്ടുകാർ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. കോഴിക്കോട് കുറ്റിച്ചിറയിൽ LDF ബൂത്ത് ഏജന്റ് പോളിംഗ് സ്റ്റേഷനിലാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. റിട്ടയർഡ് KSEB എഞ്ചിനീയർ കുഞ്ഞിത്താൻ മാളിയേക്കൽ അനീസ് അഹമ്മദാണ് മരിച്ചത്. കോഴിക്കോട് വളയത്ത് വോട്ട് ചെയ്യാനെത്തിയ വളയം ചെറുമോത്ത് സ്വദേശി കുണ്ടുകണ്ടത്തിൽ ഹസന്റെ ഭാര്യ കുന്നുമ്മൽ മാമി കുഴഞ്ഞുവിട് മരിച്ചു. വളയം UP സ്കൂളിൽ 63 നമ്പർ ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ കയറുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ആലപ്പുഴയിൽ അമ്പലപ്പുഴയ്ക്കടുത്ത് കക്കാഴം സുശാന്ത് ഭവനിൽ P സോമരാജനാണ് മരിച്ചത്. അമ്പലപ്പുഴ കക്കാഴം SNTV TIയിലെ ബൂത്തിൽ രാവിലെ വോട്ട് ചെയ്ത ശേഷം ഓട്ടോയിൽ കയറുമ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു. ഇടുക്കി മറയൂരിൽ വോട്ട് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങവേ വീട്ടമ്മ കുഴഞ്ഞു വീണ് മരിച്ചു. മറയൂർ കൊച്ചാര മോഹനന്റെ ഭാര്യ വള്ളിയമ്മയാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയോടെ മറയൂർ ഗവൺമെന്റ് LP സ്കൂൾ 3-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മടങ്ങവേ ടൗണിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും വൈകിട്ട് 3:30യോടെ മരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് മുതൽ 28 വരെ കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്ര ചൂട് രേഖപ്പെടുന്നതിന്റെയും അടുത്ത ദിവസങ്ങളിലും കൊല്ലം ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂർ ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്.
2024 ഏപ്രിൽ 26 മുതൽ 30 വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.